വെള്ളവും വേണ്ട വളവും വേണ്ട ഈ ഒരു ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലിമ്പി മരത്തിൽ ഇഷ്ടം പോലെ ഇലിമ്പിക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലിമ്പി മരത്തെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്നതായ സമയത്ത് നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇലിമ്പി മരത്തിൻ്റെ മൂട്ടിലും അതുപോലെ തന്നെ നെല്ലിയ ചുവട്ടിലും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ലൂപിക്ക, മാങ്ങ, പുളി ഇതൊക്കെ നമ്മൾ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും സ്കൂളിൽ പറ്റുന്നത് അല്ലേ. അന്നൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ കൂടുതൽ ഫലം കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ഇലിമ്പി മരത്തിനകത്ത്, നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, ഞങ്ങളിവിടെ ഇലിമ്പിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മരത്തിനകത്ത് കൂടുതൽ ഇലിമ്പിക്ക കിട്ടാനായിട്ട് ചെയ്യുന്നതായ ഒരു ട്രിക്കാണ്. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പം വിചാരിക്കും, ഇപ്പോൾ ഇത് ഒരുപാട് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ചേച്ചി, ഇലിമ്പി മരത്തിൻ്റെ ചുവട്ടിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ ഇത് ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളതായ പല സംഭവങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാവും. ഇലിമ്പിക്ക, അതുപോലെ നെല്ലിക്ക, മാങ്ങ, സീസൺ അനുസരിച്ച് ഓരോന്നും ഉണ്ടാവും. അത് ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കൊടുത്ത് അത് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കാനായിട്ട്, ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇലിമ്പിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, പിണ്ടി വെച്ചിട്ട് അച്ചാർ, കപ്പയ്ക്ക വെച്ചിട്ട് അച്ചാർ, നെല്ലിക്ക അച്ചാർ, ഇങ്ങനെയൊക്കെ ഓരോന്ന് അച്ചാറുണ്ടാക്കി വിൽക്കാം. ഇപ്പം ഈ ട്രിക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഇലിമ്പി മരത്തിൻ്റെ ചുവട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇലിമ്പി മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇലിമ്പി മരത്തിലോട്ട് നോക്കുമ്പോൾ അറിയാം, എന്താണ്ട് ഇഷ്ടം പോലെ കായകളാണ് നിൽക്കുന്നത്. ഇപ്പം ഒടിച്ചു നിർത്തിയിരിക്കുന്നതായ കമ്പെ പോലും ഇഷ്ടം പോലെ ഇലിമ്പയ്ക്ക് നിപ്പുണ്ട്, കണ്ടില്ലേ. ഈ കമ്പുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ ഇത്രയൊന്നും പിടിക്കത്തില്ലായിരുന്നു, നിറയെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല നമ്മളിത് വെച്ചിട്ട്. ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയി കാണുമായിരിക്കും. നമ്മുടെ മണ്ണിൻ്റെ ഇതുകൊണ്ടായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഇലിമ്പിക്കയല്ലേ വളരുന്നെങ്കിൽ വളരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുവച്ചത്. പക്ഷെ പെട്ടെന്ന് അങ്ങ് വളർന്നു. അതിന് നല്ല പറ്റിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, വീടിൻ്റെ ഒരു മൂലയ്ക്കായിട്ട്. അപ്പം നന്നായിട്ടത് വളർന്നു വന്നു. പൊടിച്ച കമ്പിനകത്തൊക്കെ ദാണ്ട് ഇഷ്ടം പോലെ, ഇലയില്ലാത്ത കമ്പിനകത്ത് ദാണ്ട് ഒട്ടത്തല മാതിരി നിൽക്കുന്നു. ഇതിനകത്ത് പോലും ഇഷ്ടം പോലെ കായ്കൾ കണ്ടോ, അടിപൊളിയായിട്ട്. അപ്പം ഇതിനകത്ത് ഇല വേണമെന്നില്ല. ഇല ഒടിച്ച് കളയുമ്പോൾ ആ കമ്പിന് നല്ല ചൂട് തട്ടുകയും ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുവട്ടിൽ വരെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഈ കമ്പിനകത്തെല്ലാം ഉണ്ടാവും. ഇപ്പം ഈ ഇലിമ്പി മരത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്, ഈ കമ്പിലെല്ലാം അങ്ങ് ഉണ്ടായിക്കോളും. അപ്പം നിങ്ങളും ഇതേപോലെ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇഷ്ടം പോലെ പിടിക്കുമ്പോഴും നമുക്കിത് ഉണക്കിയൊക്കെ വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് പുളിക്ക് പകരമൊക്കെ നമുക്ക് മീനകത്തൊക്കെ ഇടാം. ഉണക്കി വെച്ചേക്കുന്നത് അച്ചാറിടാം, പച്ചയ്ക്ക് നമുക്ക് അച്ചാറിടാം. നല്ല ജാം ഉണ്ടാക്കുന്നവരുണ്ട് ഇത് വെച്ചിട്ട്. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അറിയാത്തവർക്കൊക്കെ അത് പ്രയോജനപ്പെടും കേട്ടോ. ഇത് വെച്ച് ജാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പെങ്ങളൊക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ജാം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് കണ്ട് ഈ ഇലയിൽ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ ഈ ഇലയും കൂടെ ഒടിച്ചു കൊടുത്തിരുന്നെങ്കിൽ തുമ്പ് വരെയും കാ പിടിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമുക്കങ്ങ് ഒടിച്ചു കൊടുക്കാം. ഇങ്ങനെ അങ്ങ് ഒടിച്ചു കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ താണ്ട് ഞാൻ ഒടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വളവും വെള്ളവും ഒന്നും കൊടുക്കാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് പോയിട്ട് അടുത്ത് നിൽക്കുന്നതായ ചെടികളുടെയൊക്കെ വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലത്ത് ആണ് ഇതിനകത്ത് ഇഷ്ടം പോലെ കായകളൊക്കെ പിടിക്കുന്നത്. ഇത് കൊളസ്ട്രോളിന് നല്ലതാണ് എന്ന് കരുതി കൂടുതൽ കഴിക്കാൻ പാടില്ല. ഒരെണ്ണമൊക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല പുളിയുണ്ട്. അപ്പം നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് തുടച്ചിട്ട് നമുക്കങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇലിമ്പിയുടെ ചുവട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഇതിൻ്റെ പഴുത്തൊക്കെ വീണിട്ട് അതിൻ്റെ തൈകളും വരാറുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നടാം. അപ്പോൾ ഒരെണ്ണം തന്നെ നമുക്ക് ധാരാളമാണ്. ഒരെണ്ണമെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതെ, ഇതിൻ്റെ അരിയൊക്കെ വീണിട്ട് കിളിക്കുന്നതാണ് കേട്ടോ. പഴുത്ത് വീഴുമ്പം അതിൻ്റെ അരി വീണിട്ട് കിളിക്കുന്നതാണ്. ഇതേപോലുള്ള ഒരു നാര് പോലുള്ളതാണ് ഞാനിവിടെ കൊണ്ടുവച്ചത്. അതാണിപ്പോൾ ഇത്രയും വളർന്ന് ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാവുന്നത്. അപ്പോഴേ എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടായ പ്രീതയാണ് പറഞ്ഞു തന്നത്. പ്രീതയുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ചെന്നപ്പോൾ ഒരു ഇലിമ്പി മരം എങ്ങനെ മുട്ടയടിച്ച് നിർത്തിയേക്കുന്ന മാതിരി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു അവർക്ക് ഇലിമ്പിക്ക ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പ്രീതയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഈ മരത്തെ നിർത്തിയിരിക്കുന്നത് ചോദിച്ചപ്പോഴും മിനിമമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ കൊമ്പിൻ്റെ ഇലകൾ ഒടിച്ച് മാറ്റി കൊടുത്താൽ നന്നായിട്ട് കായകളൊക്കെ
വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേ എനിക്കും തോന്നി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഇലിമ്പി മരത്തിലെ ഇലയൊക്കെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ആ ട്രിക്ക് നല്ല പരമാർത്ഥമായിരുന്നു. ഇഷ്ടം പോലെ കായ്കളും പിടിക്കാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾക്കും ഈ ട്രിക്കുകൾ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക. അപ്പം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ കൂടാതെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.